ഹലോ എവ്രി വൺ, എഡു വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ടീച്ചിങ് മെത്തഡോളജി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സെലക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കുറേ പേർക്ക് എസ്പെഷ്യലി കേറ്ററ്റ് സീറ്ററ്റ് പോലുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുറേ പേർക്ക് ഉള്ള ഒരു പരാതിയാണ് നമ്മൾ ടീച്ചിങ് മെത്തഡോളജി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആപ്റ്റായിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൊണ്ടുവരുന്നില്ല എന്നുള്ളത്. പക്ഷെ നിങ്ങളുടെ എല്ലാവരുടെയും പരാതികളും പരിഭവങ്ങളൊക്കെ നമ്മുടെ ഈ വ്ളോഗിലൂടെ തീരാൻ പോവുകയാണ്. കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ കാണിക്കാനായിട്ട് പോകുന്നത്. സോ എല്ലാവരും വളരെ അറ്റൻറ്റീവായിട്ടിരിക്കുക. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ സ്ക്രീനിന് മുൻപായിട്ടുണ്ട്. വാട്ട് വിൽ ബി യുവർ റിയാക്ഷൻ വെൻ എ പങ്ക്ച്വൽ സ്റ്റുഡൻറ്റ് കംസ് ലേറ്റ് ഇൻ യുവർ ക്ലാസ്? അപ്പോൾ ഒരു പങ്ക്ച്വൽ ആയിട്ടുള്ളൊരു കുട്ടി നിങ്ങളുടെ ക്ലാസ്സിൽ ലേറ്റായി വന്നെങ്കിൽ നിങ്ങളുടെ റിയാക്ഷൻ എന്താണ് എന്നാണ് ഈ ക്വസ്റ്റ്യൻ്റെ മീനിങ്. ഈ ക്വസ്റ്റ്യൻ ഇത്രയാണ് ഉദ്ദേശിക്കുന്നുള്ളൂ. നോർമലി ടീച്ചിങ് റിലേറ്റഡ് അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ മെത്തഡോളജി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളെ തന്നെ ഒരു ടീച്ചറായി സങ്കല്പിക്കുക എന്നുള്ളതാണ്. നമ്മളൊരു ടീച്ചറാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പം ഞാനൊരു ടീച്ചറാണെങ്കിൽ ഞാൻ എന്തായിരിക്കും ഈ ഒരു സിറ്റുവേഷന് ഞാൻ എങ്ങനെയായിരിക്കും റെസ്പോണ്ട് ചെയ്യുക? അപ്പോൾ വി ഹാവ് ടു പുട്ട് അവർ സെൽസ് ഇൻ ദ പ്ലേസ് ഓഫ് ദ ടീച്ചർ. അങ്ങനെ ചെയ്യുമ്പോഴേ നമുക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ നമുക്ക് എല്ലാവർക്കും ഒരുവിധം ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷേ എഡ്യൂക്കേഷണൽ മെത്തഡോളജി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വളരെ ട്രിക്കി ആയിരിക്കും. കണ്ടാൽ നമുക്ക് തോന്നുന്ന ഓപ്ഷൻ ആയിരിക്കണമെന്നില്ല റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ചിലപ്പോൾ നമുക്ക് തോന്നും ഇന്ന ഓപ്ഷനാണ് കറക്റ്റ് എന്ന്, പക്ഷേ കറക്റ്റായിട്ടുള്ള ആൻസർ വേറെ എന്തെങ്കിലും ആയിരിക്കും. സോ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരു ടീച്ചറായി ഇമാജിൻ ചെയ്യുക. ദെൻ വി ഹാവ് ടു പുട്ട് അവർ സെൽസ് ഇൻ ദ പ്ലേസ് ഓഫ് എ ടീച്ചർ. എന്നിട്ട് ആ ഒരു ക്വസ്റ്റിനെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. വളരെ ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ടീച്ചിങ് മെത്തഡോളജിയിൽ കണ്ടിട്ടുള്ളത്. സീറ്ററ്റിലായാലും ഇപ്പം കേറ്ററ്റ് ആണെങ്കിലും സെറ്റ് ആണെങ്കിലും ട്രിക്കി ക്വസ്റ്റ്യൻസ് എപ്പോഴും ഉണ്ടാകും. സോ വി ഹാവ് ടു മാനേജ് അവർ സെൽസ്. ഈ ക്വസ്റ്റ്യന് ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ, യു വിൽ ഇഗ്നോർ ഇറ്റ്. ഓപ്ഷൻ ബി, യു വിൽ ട്രൈ ടു നോ ദ റീസൺ ഫോർ കമ്മിങ് ലേറ്റ്. ഓപ്ഷൻ സി, you will scold him before other students in the class. And option D, ask him to leave the class. 4 ഓപ്ഷൻ ഉണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ നോക്കൂ, യു വിൽ ഇഗ്നോർ ഇറ്റ്. അതായത് പങ്ക്ച്വൽ ആയിട്ടുള്ള ഒരു കുട്ടിയാണ്, പക്ഷേ എന്തോ ഒരു ഇൻസിഡൻറ്റ് കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും ആ കുട്ടിയുടെ സാഹചര്യം കാരണം ആ കുട്ടിക്ക് ക്ലാസ്സിലേക്ക് വഴുകി വരേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അപ്പം ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തികച്ചും ഈ ഒരു സിറ്റുവേഷനെ അവോയ്ഡ് ചെയ്യും അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരിക്കലും ഒരു ടീച്ചർ ചെയ്യേണ്ടതല്ല. രണ്ടാമത്തെ ഓപ്ഷനാണ്, യു വിൽ ട്രൈ ടു നോ ദ റീസൺ ഫോർ കമ്മിങ് ലേറ്റ്. ഇത് എന്തായാലും നമ്മൾ ചെയ്യുമല്ലേ. സി ഓപ്ഷൻ നോക്കൂ, യു വിൽ സ്കോൾഡ് ഹിം ബിഫോർ അതർ സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ്. മറ്റു കുട്ടികളുടെ മുന്നിൽ ആ കുട്ടിയെ നമ്മൾ വഴക്ക് പറയും. അതൊരിക്കലും ഒരു ടീച്ചർ എന്ന രീതിയിൽ നമ്മൾ ചെയ്യാൻ പാടാത്തതാണ്. ലാസ്റ്റ് ഓപ്ഷൻ, ആസ്ക് ഹിം ടു ലീവ് ദ ക്ലാസ്. ആ കുട്ടിയോട് ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് പോകാനായിട്ട് നമ്മൾ പറയും. അത് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. സോ ഈ ക്വസ്റ്റ്യന് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി തന്നെയാണ്. ദാറ്റ് ഈസ്, ആസ് എ ടീച്ചർ വി വിൽ ട്രൈ ടു നോ ദ റീസൺ ഫോർ കമ്മിങ് ലേറ്റ്. സോ ഓപ്ഷൻ ബി ആണ് ഈ ഒരു ക്വസ്റ്റ്യന് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ. ഓപ്ഷൻ ബി. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അക്കോർഡിംഗ് ടു ബ്ലൂംസ് ടാക്സോണമി, ബ്ലൂംസ് ടാക്സോണമി ഒരുവിധം ബി.എഡ് പഠിച്ച എല്ലാവർക്കും അറിയുന്ന ഒരു തരത്തിലുള്ള ഒരു ടാക്സോണമിയാണ്, വർഗീകരണമാണ്. അക്കോർഡിംഗ് ടു ബ്ലൂംസ് ടാക്സോണമി, റിമെമ്പറിംഗ് ലെവൽ ക്വസ്റ്റ്യൻസ് റിക്വയർ സ്റ്റുഡൻസ് ടു. അപ്പോൾ ബ്ലൂംസ് ടാക്സോണമി അറിയുന്ന കുട്ടിയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യന് പെട്ടെന്ന് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. അറിയാത്തൊരു കുട്ടിയെ സംബന്ധിച്ച് ഈ ക്വസ്റ്റ്യൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. സോ നമുക്ക് ബ്ലൂംസ് ടാക്സോണമിയിൽ മെയിനായിട്ട് എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ പഠിച്ച ബി.എഡ് കഴിഞ്ഞവർക്കും എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ബ്ലൂംസ് ടാക്സോണമി. നമ്മുടെ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ്, ലേണിംഗ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് എല്ലാം തന്നെ 3 തിരിച്ചിട്ടുണ്ട് അല്ലേ. കോഗ്നിറ്റീവ് ഡൊമെയിൻ ഉണ്ട്, അഫക്റ്റീവ് ഡൊമെയിൻ ഉണ്ട്, സൈക്കോമോട്ടർ ഡൊമെയിൻ ഉണ്ട്. അങ്ങനെ 3 ഡൊമെയിനിലായിട്ടാണ് ലേണിംഗ്
ഒബ്ജക്റ്റീവ്സ് തരംതിരിച്ചിട്ടുള്ളത്. ഇതിൽ ബ്ലൂംസ് ടാക്സോണമിയിൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണാൻ സാധിക്കുന്ന പിരമിഡ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് കോഗ്നിറ്റീവ് ഡൊമെയിനിൽ പെടുന്ന ചില ഇൻസ്ട്രക്ഷണൽ സ്റ്റേജസ് ആണ്, ചില കാറ്റഗറീസ് ആണ്. ബ്ലൂംസ് ടാക്സോണമിയുടെ ആദ്യത്തെ പിരമിഡിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഫസ്റ്റ് പിരമിഡിൽ നോളജ്, കോംപ്രിഹെൻഷൻ, ആപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ്, ഇവാലുവേഷൻ, ഇത്രയും ആസ്പെക്ട്സ് ആണ്, ഈ 6 ആസ്പെക്ട്സ് ആണ് കോഗ്നിറ്റീവ് ഡൊമെയിനിനെ സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം കോഗ്നിറ്റീവ് ഡൊമെയിനുണ്ട്, സൈക്കോമോട്ടർ ഡൊമെയിനുണ്ട്, അഫക്റ്റീവ് ഡൊമെയിനുണ്ട്. ഈ 3 ഡൊമെയിനാണ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ്, ഈ 3 ഡൊമെയിനായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഈ ബ്ലൂംസ് ടാക്സോണമി റിവൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഇപ്പം നിലവിൽ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ആസ് എ കാൻഡിഡേറ്റ് യു ഹാവ് ടു നോ ബോത്ത് ബ്ലൂംസ് ടാക്സോണമി അറിഞ്ഞിരിക്കണം, റിവൈസ്ഡ് ബ്ലൂം ടാക്സോണമി, ഇത് രണ്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ സി ദർ ആർ ഡിഫറൻസസ് ബിറ്റ്വീൻ ബ്ലൂംസ് ആൻഡ് റിവൈസ്ഡ് ബ്ലൂംസ്. രണ്ടും വ്യത്യസ്തമാണ്. ഇപ്പോൾ ബ്ലൂംസ് ടാക്സോണമിയിൽ ഉള്ള എല്ലാ കോമ്പണൻസും നൗൺ ഫോമിലാണ് വന്നിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ നോളജ് ആയാലും കോംപ്രിഹെൻഷൻ, ആപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ്, ഇവാലുവേഷൻ, ഇതെല്ലാം നൗൺ ഫോമാണ്. റിവൈസ് ബ്ലൂംസ് ടാക്സോണമിയിൽ ഇതെല്ലാം വേർബ് ഫോമിലോട്ട് മാറിയതായി നമുക്ക് കാണാനായി സാധിക്കും അല്ലേ. കാരണം ഇതൊരു തിങ്കിങ് പ്രോസസ്സാണ്. തിങ്കിങ് പ്രോസസ്സ് ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതൊരിക്കലും ഒരു നൗണിൽ ഒതുക്കാതെ വർബിലോട്ട് മാറ്റുക എന്നുള്ളതായിരുന്നു റിവൈസ്ഡ് ബ്ലൂം ടാക്സോണമിയുടെ ഒരു എയിം. അപ്പോൾ സ്വാഭാവികമായിട്ട് നൗൺ ഫോംസ് എല്ലാം വേർബ് ഫോമിലോട്ട് മാറി എന്നുള്ളതാണ് വാസ്തവം. പിന്നീട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നോളജ് ഡൊമെയിൻ, അതായത് ഒറിജിനൽ ടേംസ്, ന്യൂ ടേംസ് എന്ന 2 സെക്ഷനിലായിട്ട് കാണിച്ചിട്ടുണ്ട്. നോളജ് ഡൊമെയിൻ അതായത് നോളജ് എന്ന് പറയുന്നത് റിമെമ്പറിങ് എന്നൊരു പദമായി മാറുന്നു, കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ആയി മാറുന്നു, ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അപ്ലൈയിങ് ആയി മാറുന്നു, അനാലിസിസ് അനലൈസിങ് ആയി മാറുന്നു, സിന്തസിസ് സിന്തസിസ് എന്ന് പറയുന്നത് സിന്തസിസിന് പകരം ഇവാലുവേറ്റിംഗ് വരുന്നു, ഇവാലുവേഷന് പകരം ക്രിയേറ്റിംഗ് വരുന്നു. അപ്പം ഈ രീതിയിലാണ് റിവൈസ്ഡ് ബ്ലൂം ടാക്സോണമിയിൽ ഒബ്ജക്റ്റീവ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. കോഗ്നിറ്റീവ് ഡൊമെയിനിന് കീഴേ വരുന്ന 6 തരത്തിലുള്ള സബ് കോമ്പണൻസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഈ രീതിയിലാണ്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി കോഗ്നിറ്റീവ് ഡൊമെയിനിലുള്ള റിവൈസ്ഡ് ബ്ലൂം ടാക്സോണമിയിലുള്ള കോഗ്നിറ്റീവ് ഡൊമെയിനിന് കീഴിൽ വരുന്ന 6 കോമ്പണൻസിനെ നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തേതാണ് റിമെമ്പർ. റിമെമ്പറിംഗ് എന്ന് പറയുമ്പോൾ അവിടെ റെക്കഗ്നൈസിങ് ആൻഡ് റീകോളിംഗ് ദ ഫാക്ട്സ് എന്ന് പറയുന്ന ആക്ടിവിറ്റിയാണ് റിമെമ്പറിങ്ങിൽ നടക്കുന്നത്. നെക്സ്റ്റ് അണ്ടർസ്റ്റാൻഡിങ്. അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുമ്പോൾ ഫാക്റ്റുകളെ മനസ്സിലാക്കുക അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റാണ് അപ്ലൈയിങ് ദ ഫാക്ട്സ് എന്നുള്ളതാണ് അപ്ലൈയിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഈസ് അനലൈസിങ് എന്ന് പറയുമ്പോൾ അവിടെ ബ്രേക്കിംഗ് ഡൗൺ ഇൻഫർമേഷൻ ഇൻ ടു കോമ്പണൻറ്റ് പാർട്സ്. ദെൻ നെക്സ്റ്റ് ഈസ് ഇവാലുവേറ്റ്, ജഡ്ജിങ് ദ വാല്യൂ ഓഫ് ഇൻഫർമേഷൻ ഓർ ഐഡിയാസ്, അതായത് ഇവാലുവേറ്റ് ചെയ്യുക. ദെൻ ഏറ്റവും ഫൈനലായിട്ട് ഏറ്റവും വളരെയധികം ഹയസ്റ്റ് ആയിട്ടിരിക്കുന്ന തിങ്കിങ് പ്രോസസ്സാണ് ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ പുതുതായി എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് തിങ്കിങ്ങിൻ്റെ ഏറ്റവും ഉയർന്ന പൊസിഷനാണ് ക്രിയേറ്റിന് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും താഴെ കിടക്കുന്ന തിങ്കിങ്ങിൻ്റെ പ്രോസസ്സാണ് റിമെമ്പർ എന്ന് പറയുന്നത്. ഏറ്റവും ഉയർന്ന പൊസിഷനിലിരിക്കുന്നതാണ് ക്രിയേറ്റ് എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുമെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അക്കോർഡിംഗ് ടു ബ്ലൂംസ് ടാക്സോണമി, റിമെമ്പറിംഗ് എന്ന് പറയുന്ന ലെവൽ, അതായത് കോഗ്നിറ്റീവ് ഡൊമെയിനിനകത്ത് വരുന്നതാണ് ഈ റിമെമ്പറിംഗ് എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ്. റിമെമ്പറിംഗ് ലെവൽ ക്വസ്റ്റ്യൻസ് റിക്വയർ സ്റ്റുഡൻസ് ടു ഏതാണ് ഓപ്ഷൻ എ ഉണ്ട്, ഓപ്ഷൻ ബി ഉണ്ട്, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഈ 4 ഓപ്ഷനിലും റിമെമ്പറിംഗ് എന്ന് പറയുന്ന പദം ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ള ഒരു ഓപ്ഷൻ ഏതായിരിക്കും? റിമെമ്പറിംഗ് എന്ന് പറയുമ്പോൾ
അവിടെ കൂടുതലായിട്ട് തിങ്കിങ് പ്രോസസ്സ് ഒന്നും തന്നെ നടക്കുന്നില്ല. ഓർത്തെടുക്കുക എന്നുള്ള ഒരു പ്രോസസ്സ് മാത്രമേ റിമെമ്പറിങ്ങിൽ നടക്കുന്നുള്ളൂ. സോ നമുക്ക് ഓപ്ഷൻ എ ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യന് ഉത്തരമായിട്ട് ഉണ്ടാവുക. സോ ഓപ്ഷൻ എ, റീകോൾ ഓർ റെക്കഗ്നീഷൻ ഓഫ് ഇൻഫർമേഷൻ. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. What should be the main objective of teaching? Option A, preparing students for teaching. Option B, to dictate good notes. Option C, provide required information related to the subject. And option D, to develop thinking power of students. സോ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ടീച്ചിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ടീച്ചിങ്ങിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. സോ ഈ 4 ഓപ്ഷനും കറക്റ്റ് തന്നെയാണ്. പക്ഷേ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ടീച്ചിങ് എന്താണ്? പ്രിപ്പയറിങ് സ്റ്റുഡൻസ് ഫോർ ടീച്ചിങ് ആണോ, അല്ലെങ്കിൽ ടു ഡിക്റ്റേറ്റ് ഗുഡ് നോട്ട്സ് ആണോ? മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളതാണ്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഓപ്ഷൻ ഡി ഈസ് കറക്റ്റ്. ടു ഡെവലപ്പ് തിങ്കിങ് പവർ ഓഫ് സ്റ്റുഡൻസ്. കുട്ടികളുടെ അകത്തുള്ള അവരുടെ തിങ്കിങ് പവറിനെ എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ് ടീച്ചിങ്ങിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്. കുട്ടികൾക്ക് ഡൈവേഴ്സായി പല രീതിയിലും ചിന്തിക്കാനുള്ള കഴിവ് ആർജിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കഴിവുകൾ കൊടുക്കുക, കുട്ടികളെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ടീച്ചിങ്ങിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. വാട്ട് ഷാൽ യു ഡു ടു ബിക്കം എ സക്സസ്ഫുൾ ടീച്ചർ? നിങ്ങൾ ഒരു സക്സസ്ഫുൾ ടീച്ചറാകാൻ എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാനായി കഴിയും? ഓക്കെ, നമുക്ക് 4 ഓപ്ഷൻ മുന്നിലുണ്ട്. ഓപ്ഷൻ എ, ഇൻറ്റൻസീവ് സ്റ്റഡി ഓഫ് മൈ സബ്ജക്ട്സ്. അതായത് എൻ്റെ സബ്ജക്റ്റ് ഞാൻ വളരെയധികം ഇൻറ്റൻസീവായി പഠിച്ചെങ്കിൽ ഞാൻ നല്ലൊരു ടീച്ചറാകും. ഓപ്ഷൻ ബി, ഷാൽ ഗിവ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു പുവർ സ്റ്റുഡൻസ്. ഓപ്ഷൻ സി, ഷാൽ അണ്ടർടേക്ക് സോഷ്യൽ സർവീസ്. ഓപ്ഷൻ ഡി, ഷാൽ ഓൾവേസ് ഫോളോ പ്രിൻസിപ്പിൾസ് ഓർഡർ. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് പാവപ്പെട്ട കുട്ടികൾക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കാൻ എനിക്ക് സാധിക്കുമെങ്കിൽ ഞാൻ നല്ലൊരു ടീച്ചറാണ്, ഞാൻ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ടീച്ചറാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ സി എന്ന് പറയുന്നതെങ്കിൽ സോഷ്യൽ സർവീസ് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ നല്ലൊരു ടീച്ചറാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി നല്ലതല്ല, സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ടീച്ചർ. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഷാൽ ഓൾവേസ് ഫോളോ പ്രിൻസിപ്പിൾസ് ഓർഡർ. എൻ്റെ പ്രിൻസിപ്പളിൻ്റെ ഓർഡർ, എൻ്റെ സ്കൂളിൻ്റെ പ്രിൻസിപ്പൾ ആരാണോ അദ്ദേഹത്തിൻ്റെ ഓർഡർ എനിക്ക് ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അത്രയും സക്സസ്ഫുൾ ടീച്ചറാണ് എന്നുള്ളതാണ്. സോ എനിക്ക് തോന്നുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ശരിക്കുമുള്ള ആൻസർ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഓപ്ഷൻ സി തന്നെയാണ്. ഷാൽ അണ്ടർടേക്ക് സോഷ്യൽ സർവീസ് എന്നുള്ളതാണ്. അതായത് ഈ 4 കാര്യവും, എ ആയാലും ബി ആയാലും സി ആയാലും ഡി ആയാലും 4 ഓപ്ഷൻസും ഒരുപോലെ ശരിയാണ്. ബട്ട് ഓപ്ഷൻ സിയിൽ എല്ലാം വരുന്നുണ്ട് എന്നുള്ളതാണ്. ലൈക്ക് ഷാൽ അണ്ടർടേക്ക് സോഷ്യൽ സർവീസ്. സോഷ്യൽ സർവീസ് നല്ല രീതിയിൽ നടത്തുമ്പോൾ തന്നെയാണ് ഒരു ടീച്ചർ സക്സസ്ഫുൾ ആകുന്നത്. ബാക്കിയെല്ലാം ഓക്കെ, ഒരു പരിധി വരെ നല്ല കാര്യം തന്നെയാണ്. ഇപ്പോൾ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുക എന്ന് പറയുന്നത്, കുട്ടികൾക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് സോഷ്യൽ സർവീസ് അല്ലേ. അപ്പം ഓപ്ഷൻ സി എന്ന് പറയുമ്പോൾ വളരെ ആപ്റ്റായിട്ടുള്ള ഓപ്ഷനാണ്. സോ ദ ആൻസർ ഇസ് സി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following qualities of students do you consider most important? Option A, ability to think independently. Option B, modesty. Option C, obedience. Option D, hardworking. Definitely ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ തന്നെയാണ്. അബിലിറ്റി ടു തിങ്ക് ഇൻഡിപെൻഡൻ്റ്ലി, സ്വതന്ത്രമായി ചിന്തിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി. ഇത്തരത്തിലുള്ളൊരു ക്വാളിറ്റി കുട്ടികളിൽ വരിക എന്നുള്ളതാണ് ഒരു ടീച്ചർ എന്ന രീതിയിൽ ആ ടീച്ചറിൻ്റെ റെസ്പോൺസിബിലിറ്റിയും. യെസ് ഗൈസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇൻ ആൻ ഐ ക്യു ടെസ്റ്റ്
ആൽഫ്രഡ് ബിനറ്റ് ടെസ്റ്റ് അല്ലെങ്കിൽ IQ ടെസ്റ്റ് എന്ന് പറയുന്നത് ഇൻ്റലിജൻസ് ക്വോഷ്യൻ ടെസ്റ്റാണ്. ആൽഫ്രഡ് ആൻഡ് ബിനറ്റ് ആണ് IQ ടെസ്റ്റിൻ്റെ ഇത് കണ്ടുപിടിച്ച വ്യക്തികൾ. ഓക്കെ, ഇൻ ആൻ IQ ടെസ്റ്റ് a 16-year-old child will have a score of 75. What will be his mental age എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു കുട്ടിയുടെ ഒരു IQ ടെസ്റ്റിലൂടെ 16 വയസ്സ് പ്രായമുള്ളൊരു കുട്ടിയുടെ IQ 75. അങ്ങനെയെങ്കിൽ ആ കുട്ടിയുടെ മെൻ്റൽ ഏജ് എത്രയായിരിക്കുമെന്നാണ് ക്വസ്റ്റ്യൻ. സോ ഇതിന് നമുക്കൊരു ഫോർമുല ഉണ്ടെന്ന് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. അറിയാത്തവർക്കായിട്ട് ഒരിക്കൽ കൂടി ആ ഫോർമുല ഞാൻ ഇവിടെ എഴുതി കാണിക്കാം. IQ is equal to mental age divided by chronological age into 100. സോ ഇതാണ് ഫോർമുല ഫോർ ഇൻ്റലിജൻസ് ക്വോഷ്യൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. സോ നമുക്ക് ഈ തന്നിരിക്കുന്ന വാല്യൂസൊക്കെ ഒന്ന് ഇട്ട് നോക്കാം. IQ എന്ന് പറയുന്നത് 75 ആണ്. മെൻ്റൽ ഏജ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടുത്തണം. ക്രോണോളജിക്കൽ ഏജ് 16 ആണ്. ഇൻറ്റു 100 ആണ് ചെയ്യേണ്ടത്. സോ മെൻ്റൽ ഏജ് എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ചെയ്ത് നോക്കുക. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 12 ഇയേഴ്സ് ആണ് ആൻസർ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇത്തരത്തിലുള്ള ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള വ്ളോഗ്സുമായി വീണ്ടും വരുന്നതായിരിക്കും.